ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള വണ്ടികളിലൊന്നാണ് മെർസിഡീസ് ബെൻസ്. എല്ലാ പണക്കാരുടെയും സ്റ്റേറ്റസ് സിമ്പിൾ. പക്ഷേ മെർസിഡീസ് ബെൻസ് തുടങ്ങിയത് 3 നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരു ദരിദ്രനായ പയ്യനായിരുന്നു. ഈ കുട്ടി എങ്ങനെയാണ് മെർസിഡീസ് പോലത്തെ ഒരു കമ്പനി സ്ഥാപിച്ചത്? ഹിറ്റ്ലർ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മെർസിഡീസ് ബെൻസ് ഇന്ന് എക്സിസ്റ്റ് പോലും ചെയ്യില്ല. ആദ്യം നമുക്ക് മെർസിഡീസ് ബെൻസ് എങ്ങനെ ആരംഭിച്ചു എന്ന് നോക്കാം. 1844 ജർമ്മനിയിലെ ലോവർ ക്ലാസ് ഫാമിലിയിലാണ് കാർൽ ബെൻസ് ജനിച്ചത്. അവരുടെ അച്ഛൻ ഒരു ലോക്കോമോട്ടീവ് ഡ്രൈവറായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബെൻസിന് 2 വയസ്സായപ്പോൾ തന്നെ അവരുടെ അച്ഛൻ അന്തരിച്ചു. പിന്നീട് അവരുടെ അമ്മയായിരുന്നു ബെൻസിനെ വളർത്തിയെടുത്തത്. അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നെങ്കിലും അമ്മ ജോസഫീന് ബെൻസിന് ഒരു നല്ല എഡ്യൂക്കേഷൻ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നുണ്ടായി. അതുകൊണ്ട് ബെൻസ് വലുതായപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായി കാൾസ് റൂഹെ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അവിടെ എത്തിയപ്പോഴാണ് ബെൻസിന്റെ ജീനിയസ്നെസ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ബെൻസിന്റെ പൊട്ടൻഷ്യൽ അവിടുത്തെ പ്രൊഫസറായ ഫെർഡിനൻഡ് റാറ്റൻബാക്കർ ശ്രദ്ധിച്ചു. ഫെർഡിനൻഡ് ആയിരുന്നു മെക്കാനിക്കൽ പ്രൊഫഷൻ വർക്ക്ഷോപ്പുകളിൽ നിന്നും ഒരു ടെക്നിക്കൽ സയൻസ് ആക്കി മാറ്റിയത്. ആ ഒരു സമയത്ത് സ്റ്റീം എഞ്ചിൻസും ഷിപ്പുകളുമെല്ലാം പഴയ ടെക്നോളജി ആകാൻ തുടങ്ങി. അതുകൊണ്ട് കുറെ പേര് സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾസ് നിർമ്മിക്കാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും സ്റ്റീം എഞ്ചിൻസ് ആണ് ഉപയോഗിച്ചത്. പക്ഷേ റാറ്റൻബാക്കറുടെ മെന്റർഷിപ്പിലൂടെ ബെൻസിന് മനസ്സിലായി ഒരു പുതിയ ടൈപ്പ് എഞ്ചിന്റെ സമയമായെന്ന്. ബെൻസിന് സൈക്കിൾസ് വളരെ ഇഷ്ടമായതുകൊണ്ട് ബെൻസിന്റെ മനസ്സിൽ സൈക്കിളും എഞ്ചിനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് വന്നത്. ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. കോളേജിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം ബെൻസ് 7 വർഷത്തേക്ക് എഞ്ചിനീയറിംഗും കൺസ്ട്രക്ഷനിലും പല ജോലികൾ ചെയ്തു. എന്നിട്ട് ഈ ജോലികളിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസും സ്കിൽസും വെച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെ ബെൻസും അയാളുടെ പാർട്ട്ണർ ഓഗസ്റ്റ് റിട്ടറും കൂടി ചേർന്ന് ഒരു അയൺ ഫൗണ്ടറി വർക്ക്ഷോപ്പ് ആരംഭിച്ചു. ഇവിടെ അവര് അയൺ മെൽറ്റ് ചെയ്ത് പുതിയ പാർട്സ് ഉണ്ടാക്കുമായിരുന്നു. ഇതിന്റെ ഒക്കെ ഇടയിൽ ബെൻസിന്റെ മനസ്സിലുള്ള കാറ് ഇൻവെന്റ് ചെയ്യാനായി സമയം കൊടുക്കുമായിരുന്നു. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ബെൻസിന്റെ ബിസിനസ് പാർട്ട്ണർ ഒട്ടും റിലയബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ബിസിനസ് ഒക്കെ വളരെ മോശമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ലക്കിലി ബെൻസിന്റെ വൈഫ് ബെർത്ത റിംഗർ ഒരു വെൽതി ഫാമിലിയിൽ നിന്നായിരുന്നു. ബെൻസിന്റെ ഹാർഡ് വർക്ക് ഇങ്ങനെ വെറുതെ പോകുന്നത് കണ്ടിരിക്കാൻ പറ്റാത്തത് കാരണം റിംഗർ സ്വന്തം ക്യാഷ് ഉപയോഗിച്ച് ഓഗസ്റ്റിന്റെ മുഴുവൻ ഷെയർസ് മേടിച്ചു. അന്ന് തൊട്ട് ബെൻസും വൈഫുമായിരുന്നു വർക്ക്ഷോപ്പിന്റെ 100% ഓണേഴ്സ്. ഈ ഒരു സമയത്താണ് ബെൻസിന്റെ ഉള്ളിലുള്ള ബ്രില്യൻസ് പുറത്തു വന്നത്. ബെൻസ് ലോകത്തെ ആദ്യത്തെ 2 സ്ട്രോക്ക് എഞ്ചിൻ ഇൻവെന്റ് ചെയ്തു. ഇതുമാത്രമല്ല സ്പാർക്ക് പ്ലഗ്, കാർബറേറ്റർ, ക്ലച്ച്, ഗിയർ ഷിഫ്റ്റ് ഇതെല്ലാം ബെൻസിന്റെ ഇൻവെൻഷൻസ് ആണ്. ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഈ പാർട്സ് എല്ലാം ഇന്നത്തെ കാറുകളിൽ വരെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. എന്നാലും ഇത്രയും സക്സസ്ഫുൾ ഇൻവെൻഷൻസ് ഉണ്ടായെങ്കിലും ബിസിനസ് ഇപ്പോഴും വളരെ മോശമായിരുന്നു. കാരണം ഈ ഇൻവെൻഷൻസ് ഒക്കെ ഫണ്ട് ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത ക്യാഷ് മുടക്കേണ്ടി വന്നു. അങ്ങനെ കമ്പനിയുടെ ഷെയർസ് കുറേശ്ശെ വിൽക്കേണ്ടി വന്നു. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് വന്ന് ബെൻസിന് വെറും 5% ഷെയർ ആണ് ബാക്കി വന്നത്. ഇതൊരു വലിയ പ്രോബ്ലം ആയിരുന്നു. കാരണം 5% മാത്രം ഷെയർ ഉള്ള കാരണം ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് ഒന്നും ബെൻസിന് വില കൊടുത്തില്ല. ബെൻസിന്റെ ഐഡിയാസും സജഷൻസ് എല്ലാം അവര് തള്ളിക്കളഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ബെൻസിന് സ്വന്തം കമ്പനി വിട്ടു പോകേണ്ടി വന്നു. ഈ കാര്യം ബെൻസിനെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആക്കി. പക്ഷേ ഈ ഡിസപ്പോയിന്റ്മെന്റ് ബെൻസിനെ കാർ ഉണ്ടാക്കാനുള്ള സ്വപ്നത്തെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തു. സൈക്കിൾസിനോടുള്ള ഇഷ്ടം ബെൻസിനെ മാക്സ് റോസും ഫ്രെഡറിക് വിൽഹൈമിന്റെയും അടുത്തെത്തിച്ചു. അവർക്കൊരു ചെറിയ ബൈസൈക്കിൾ റിപ്പയർ ഷോപ്പ് ഉണ്ടായി. ഇതിൽ കൂടെ അവർ ബെൻസ് ആൻഡ് സി എന്ന് പറഞ്ഞ കമ്പനി സ്ഥാപിച്ചു. ഇവിടെ അവര് ഇൻഡസ്ട്രിയൽ മെഷീൻസും എൻജിൻസും ഒക്കെ മാനുഫാക്ചർ ചെയ്യുമായിരുന്നു. ബെൻസിന്റെ മറ്റുള്ള കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റബിൾ ആയിരുന്നു. ഇപ്പോൾ ബെൻസിന് ഒരു സ്റ്റഡി ഇൻകമും 25 സ്റ്റാഫ് മെമ്പേഴ്സും ഉള്ള കാരണം ബെൻസിന് ഫൈനലി ആ 2 സ്ട്രോക്ക് എഞ്ചിൻ വെച്ച് വണ്ടി നിർമ്മിക്കാനുള്ള ക്യാഷും സമയവും കയ്യിലുണ്ടായി. അങ്ങനെ എഞ്ചിന് ഇരിക്കാൻ വേണ്ടി നല്ലൊരു പ്രോപ്പർ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഓൾമോസ്റ്റ് 2 വർഷം ബെൻസ് വർക്ക് ചെയ്തു. ഇങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ 1855 ഇൻവെന്റ് ആയത്. ഇതിന്റെ ടോപ്പ് സ്പീഡ് 11 km/h ആയിരുന്നു. ബെൻസിന്റെ വണ്ടി പബ്ലിക് കണ്ടപ്പോൾ അവരെല്ലാവരും ക്യൂരിയസ് ആയിരുന്നു. പക്ഷേ മറ്റു ചിലവർക്ക് ബാക്കിയുള്ള ഹോഴ്സ് ഗാരേജുകളുടെ ഒപ്പം ഓടിക്കണമെന്നുണ്ടായില്ല. കാരണം അവർക്ക് വണ്ടി എങ്ങാനും എക്സ്പ്ലോഡ് ചെയ്യുമോ എന്ന് പേടിയുണ്ടായി. ബെൻസിന്റെ ബിസിനസ് പാർട്ട്നേഴ്സിന് പോലും വണ്ടി ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം ബെൻസ് എപ്പോഴും കമ്പനിയുടെ വർക്കൊക്കെ മാറ്റിവെച്ച് വണ്ടിയുടെ കാര്യങ്ങളിൽ ബിസി ആയിരുന്നു. ഇതുമാത്രമല്ല അവരുടെ കണ്ണിൽ ഈ വണ്ടിക്ക് വലിയ ഫ്യൂച്ചർ ഉണ്ടായില്ല. കാരണം അന്നത്തെ ഹോഴ്സ് ക്യാരേജുകൾ ഇതിനേക്കാൾ ഫാസ്റ്റ് ആയിരുന്നു. മാത്രമല്ല ഇത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആകും, പിന്നെ വളരെ എക്സ്പെൻസീവുമായിരുന്നു. അതുകൊണ്ട് വളരെ കുറച്ച്
ആൾക്കാരാണ് ബെൻസിന്റെ വണ്ടി മേടിച്ചത്. ബെൻസിന്റെ വൈഫ് ബെർത്ത റിംഗർ ആയിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ടർ. ബെർത്ത ഒരു ദിവസം ബെൻസ് ഉറങ്ങുന്ന സമയത്ത് രാവിലെ തന്നെ എണീറ്റ് വണ്ടിയും എടുത്ത് പുറത്തുപോയി. ഈ ഒരു ജേണിയാണ് വണ്ടികളുടെ ഹിസ്റ്ററിയിൽ തന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രിപ്പ്. ബെർത്ത അവരുടെ 2 മക്കളെയും കൂട്ടി അമ്മയുടെ വീട്ടിൽ പോവായിരുന്നു. പക്ഷേ അമ്മയുടെ വീടാണെങ്കിൽ 106 കിലോമീറ്റർ അകലെയാണ്. ഇതിനു മുമ്പ് വേറെ ഒരു വണ്ടിയും ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായില്ല. ഈ ട്രിപ്പിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ജർമ്മനിയിലെ ആളുകളോട് ബെൻസിന്റെ വണ്ടിയുടെ കേപ്പബിലിറ്റീസ് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. വണ്ടികളാണ് ഫ്യൂച്ചർ എന്നറിയിക്കാൻ. പക്ഷേ ഈ ട്രിപ്പ് ഒട്ടും എളുപ്പമായിരുന്നില്ല. അത് വഴിയിൽ വച്ച് ഒരുപാട് തവണ ബ്രേക്ക് ഡൗൺ ആകുമായിരുന്നു. അപ്പോഴൊക്കെ ബെർത്ത തന്നെയായിരുന്നു മെക്കാനിക്കൽ പ്രോബ്ലംസ് ഒക്കെ ശരിയാക്കിയത്. റോഡുകളാണെങ്കിൽ ഹോഴ്സ് ക്യാരേജുകൾക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. അതുകൊണ്ട് റോഡ് മുഴുവൻ റഫ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബെർത്ത 106 കിലോമീറ്റർ 12 മണിക്കൂറുകൾക്കുള്ളിൽ കവർ ചെയ്തു. അങ്ങനെ ഇതെല്ലാം കടന്ന് ഫൈനലി അമ്മ വീട്ടിലെത്തി. വണ്ടികൾ ഒരു പുതിയ കാര്യമായതുകൊണ്ട് ബെർത്തയുടെ ഈ ഒരു ട്രിപ്പ് നാട് മുഴുവൻ ചർച്ച ചെയ്തു. ഈ ഒരു ജേർണി ബെൻസ് ആൻഡ് സീക്ക് വളരെ നല്ല പബ്ലിസിറ്റി ആയിരുന്നു. ഇത് ബെൻസ് ആൻഡ് സീനെ ജർമ്മനിയിലെ 2nd ലാർജസ്റ്റ് എഞ്ചിൻ മാനുഫാക്ചർ ആക്കാൻ സഹായിച്ചു. അങ്ങനെ അവർ പുതിയ മോഡൽസ് ഇറക്കി. കൂടുതൽ റിലയബിളും ലക്ഷ്വറിയസും ഫാസ്റ്റർ ആയിട്ടുള്ള വണ്ടികൾ. ബെൻസിനെ പോലെ തന്നെ വേറൊരു കാർ ബ്രാൻഡ് ഉണ്ടായിരുന്നു, ഡൈംലർ മോട്ടോഴ്സ്. ഗോട്ട്ലിബ് ഡൈംലറും വിൽഹേം മൈബാക്കും ചേർന്നാണ് കമ്പനി റൺ ചെയ്തത്. ഇവര് മെർസൈഡീസ് 35 HP എന്ന് പറഞ്ഞ ഒരു വണ്ടി റേസിംഗിന് വേണ്ടി ഡെവലപ്പ് ചെയ്തു. ഈ വണ്ടി ഒരു വെൽതി ബിസിനസ്മാന്റെ റിക്വസ്റ്റ് കാരണം ഡെവലപ്പ് ചെയ്ത വണ്ടിയായിരുന്നു. മെർസൈഡീസ് എന്ന പേര് ആക്ച്വലി ഇയാളുടെ മകളുടെ പേരാണ്. ഈ വണ്ടി ഓൾമോസ്റ്റ് എല്ലാ റേസിംഗ് ചാമ്പ്യൻഷിപ്പും ജയിച്ച കാരണം ഡൈംലറിന്റെ എല്ലാ വണ്ടികൾക്കും മെർസൈഡീസ് എന്ന് റീബ്രാൻഡ് ചെയ്തു. പുതിയ വണ്ടികൾക്ക് 200 km/h പോകാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടായി. ഇത് മാത്രമല്ല എല്ലാ റേസസും ജയിക്കുന്ന കാരണം ഇവരുടെ വണ്ടികൾ ഒരു സ്റ്റേറ്റസ് സിമ്പിളായി. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര പ്രോഫിറ്റബിൾ ആയിരുന്നു. എല്ലാം നന്നായി പോകുന്ന സമയത്താണ് വേൾഡ് വാർ 1 വന്നത്. ഇത് ഡൈംലറുടെയും ബെൻസിന്റെയും ബിസിനസിനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തു. അതുകൊണ്ട് 2 കമ്പനികളും പാർട്ട്നേഴ്സ് ആയിട്ട് മെർസൈഡീസ് ബെൻസ് എന്ന പേരിൽ വണ്ടികൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. ഹിറ്റ്ലറിന് ബാക്കിയുള്ള ലോകത്തെ ജർമ്മൻ ടെക്നോളജി എത്ര അഡ്വാൻസ്ഡ് ആണെന്ന് കാണിക്കണമെന്നുണ്ടായി. അതിനുവേണ്ടി ഹിറ്റ്ലർ ഉപയോഗിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് റേസിംഗ്. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലർ മെർസൈഡീസ് ബെൻസിനെ ഭയങ്കര ഹെവി ആയിട്ട് ഫണ്ട് ചെയ്തു. ഇത് കാരണം അവർ ഭയങ്കര അഡ്വാൻസ്ഡും ഫാസ്റ്റുമായിട്ടുള്ള വണ്ടികൾ ഇറക്കി. അങ്ങനെ ഇവര് വർഷങ്ങളായിട്ട് ചാമ്പ്യൻഷിപ്പ് ഡോമിനേറ്റ് ചെയ്തു. ഹിറ്റ്ലറുടെ പേഴ്സണൽ ഫേവറേറ്റ് വണ്ടി തന്നെ ഒരു മെർസൈഡീസ് ആയിരുന്നു. ഇവരുടെ പുതിയ മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് ഫെർഡിനൻഡ് പോർഷെ ആയിരുന്നു. ഇയാൾ തന്നെയാണ് ഫ്യൂച്ചറിൽ പോർഷെ സ്ഥാപിച്ചത്. മെർസൈഡീസിന്റെ അണ്ടറിൽ പോർഷെ ഡെവലപ്പ് ചെയ്ത വണ്ടികളെല്ലാം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാർൽ ബെൻസ് 84-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. പക്ഷേ ബെൻസിന്റെ ലൈഫ് ടൈമിൽ തന്നെ സ്വന്തം വണ്ടികൾ റോട്ടിക്കൂടെ ഓടുന്നത് കാണാനുള്ള ഭാഗ്യം ബെൻസിനുണ്ടായി. പിന്നീട് ഡൈംലർ ബെൻസിന്റെ ലെഗസി കണ്ടിന്യൂ ചെയ്തു. മെറി ബോയ് ഐസ്ക്രീംസ് എവിടെ പോയെന്നറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി.